ലവ് എന്ന് പറയുന്നതിനെക്കുറിച്ച്, സ്നേഹമാണ്, ഹുബ്ബാണല്ലോ പ്രധാനം. ഹുബിനെ കുറിച്ചുള്ള കണ്ടീഷൻ എന്താ? ലവ് ഈസ് എ വൺ വേ പ്രോസസ്. സ്നേഹം എന്ന് പറയുന്നത് വൺ വേ പ്രോസസ്സാണ്. നാം മറ്റൊരാളെ സ്നേഹിക്കുന്നത്, ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത്, അത് അൺകണ്ടീഷണലാണ്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് തിരിച്ച് സ്നേഹിക്കാനല്ല. ചിലരൊക്കെ അജ്ഞതയുടെ പേരിൽ പറയും ഒരു പാലിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ. അത് സ്നേഹത്തിൽ പറയരുത്. സ്നേഹം വിജയിക്കുന്നത് എപ്പോഴാണ്? വൺ വേ ആകുമ്പോഴാണ്. വൺ വേ ആയാൽ തിരിച്ചു കിട്ടും. കൊടുക്കുക വാങ്ങുക എന്ന ആ കണ്ടീഷൻ എവിടെ പറ്റൂല? സ്നേഹത്തിൽ പറ്റൂല. സ്നേഹം എന്നിടത്ത് സ്നേഹം ലൈഫാണ്. ലൈഫിൽ എന്ത് ചെയ്യരുത്? അക്കൗണ്ടൻസിയിൽ മാത്രം ഉള്ളതാണ് ഈ സാധനം. അതിവിടെ കൊണ്ടുവരരുത്. അത് ലൈഫിൽ കൊണ്ടുവരരുത്. ലൈഫിൽ സ്നേഹമാണ്. സ്നേഹത്തിൽ അൺകണ്ടീഷണൽ. ഇങ്ങോട്ട് എന്ത് എന്നതല്ല, അങ്ങോട്ട് സ്നേഹിക്കുന്നു. അതെന്തിന്? ലില്ലാഹി, എനിക്ക് പ്രതിഫലം കിട്ടാൻ. സൈക്കോളജിയുടെ ഭാഷക്കാർ പറയും എൻ്റെ ലൈഫ് കളറാകാൻ, എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതിന് ഞാൻ സ്നേഹിക്കുന്നു. അതിന് തിരിച്ച് സ്നേഹിക്കണം എന്ന കണ്ടീഷൻ ഇല്ലെങ്കിൽ തിരിച്ച സ്നേഹം കിട്ടും. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം. ഈ വിഷയം സംസാരത്തിൽ കൊണ്ടുവരാനുള്ള കാരണം, ഏറ്റവും കൂടുതൽ എൻ്റെ ശബ്ദം ശ്രമിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അവർ വിളിച്ച് പ്രയാസം പറയുമ്പോൾ അത് കേൾക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ, പ്രയോഗിക്കാൻ പറ്റിയാൽ അവിടുന്ന് അങ്ങോട്ട് ജീവിതം നന്നാകും. ഇത് ശ്രദ്ധിക്കാൻ പറ്റണം. പരസ്പരം തെറ്റിയും പരസ്പരം പിണങ്ങിയും ജീവിക്കുന്ന ഒരാൾക്ക് സൽക്കർമ്മം ഏടിൽ വന്നു കൊള്ളണമെന്നില്ല. നമ്മുടെ പേഴ്സണൽ ലൈഫ്, പ്രത്യേകിച്ച് ഫാമിലി ലൈഫ് കളറായിരിക്കണം, വളരെ സന്തുഷ്ടമായിരിക്കണം.